ദൈവമേ, ഇന്നെങ്കിലും ഹെൽമറ്റോ സീറ്റ് ബെൽറ്റോ ഇടാത്ത ആരെങ്കിലും ഇതിലെ പോണേ. സാറേ 76 കിലോമീറ്റർ സ്പീഡിൽ ഒരാൾ വരുന്നുണ്ട്. വെള്ളക്കാറ്. വെള്ളക്കാരൊക്കെ ഇന്ത്യ വിട്ട് പോയി എന്നാണല്ലേ നമ്മൾ കേട്ടത്. സാറേ കൈ കണക്ക്. എന്ത് വേണം? ലേശം പൊറാട്ടയും കോഴിക്കറി വേണ്ടീനു. ഇറങ്ങടാ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനേ ഏരിയ കമ്മിറ്റി മെമ്പറാ. എന്തോ ഏരിയ കമ്മിറ്റി? എഴുത്തന്നെ ലോക്കൽ കമ്മിറ്റി നമ്മൾ ഇറക്കും. നോക്കാതെ നടപടി എടുക്കുന്നവനാണ് ഈ ഗഫൂർ. അതാ ഇതുപോലെ ഓവർ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഫൈൻ ചാർജ് ചെയ്യാനാണ് നമ്മൾ ക്യാമറ ആയിട്ട് വിളിക്കണത്. അല്ലാണ്ട് സിനിമ വിളിക്കാനല്ല, മനസ്സിലായിക്കോ? അതിന് ഞാൻ ഓവർ സ്പീഡിലല്ലോ വന്നത്. അത് ശരി, ഇപ്പൊ നിയമം എന്നെ പഠിപ്പിക്കാണ്. എടാ കമ്പ്യൂട്ടറിൽ കാണുന്നില്ലേ 76 കിലോമീറ്റർ, അതാണ് സംഗതി, മനസ്സിലായോ? ഈ കാറിലെ ഞാൻ 120 കിലോമീറ്റർ സ്പീഡ് പോയിട്ടുണ്ട്. അധികം വലിച്ചിലെടുത്താണ്ടല്ലോ നമുക്ക് അതിന്റെയും കൂടി ഫൈൻ നമ്മൾ ചെയ്തു. ഒരു 400 രൂപ ഫൈൻ അടിച്ചിട്ട് പോയിക്കോളി. 400 രൂപയോ? അതൊന്നും നടക്കില്ല. 400 രൂപ തന്നാലേ നീ ഇവിടുന്ന് നടക്കൂ, അല്ലെങ്കിൽ ഈ ഇവിടുന്ന് എഴഞ്ഞു പോണ്ടി വരും. സാറേ 76 കിലോമീറ്ററൊക്കെ എത്ര വലിയ സ്പീഡാണോ? ഏതാ ചെറിയോനെ, ഹൈവേയിൽ നമ്മളെ സ്പീഡ് അനുവദിച്ചത് 70 കിലോമീറ്റർ ആണ്. ഏറിപ്പോയാല് അത് 75. അതിനപ്പുറം വായിക്ക് വിവരം അറിയും. ഒരു ഒറ്റ കിലോമീറ്ററിന് വേണ്ടിയാണോ നിങ്ങൾ 400 രൂപ ചാർജ് ചെയ്തത്? എന്റെ പൊന്നു മോനോട് കാര്യം ചെയ്യ്, 1 കിലോമീറ്റർ ഈ ഹൈവേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പോകാം. കിടക്കുന്നു കണ്ട 400 രൂപ. ഓ ഞമ്മളാ നിയമം പഠിപ്പിക്കുന്നത്, അല്ല പിന്നെ. സാറേ ഒരു ബൈക്കിൽ ട്രിപ്പിൾസ് അടിച്ച് വരുന്നു. കൈ കാണിച്ചോ. അല്ല 3 ഒരുപോലുണ്ടല്ലോ. നിങ്ങളെ മക്കളെ ഏറ്റവും സാർ എന്ത് പണിയാണ് സാറേ കാണിച്ചത്? അവരെ ഒരു പെറ്റി അടിച്ച് വിടണ്ടേ? പോരാത്തതിന് ട്രിപ്പിളും. എടാ നമ്മൾ എന്തിനാണ് ക്യാമറ എന്താണെന്ന് മേലുദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഓവർ സ്പീഡ് പോകുന്ന വണ്ടിക്ക് ഫൈൻ ഇടാൻ. ട്രിപ്പിൾ അടിച്ച് വരുന്ന ബൈക്കാരനെ പിടിക്കാരും പറഞ്ഞില്ലല്ലോ. അതില്ല. നമ്മൾ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യാം. സർക്കാർ ശമ്പളം തരുന്നത് അതാണ്. പറഞ്ഞ പണി കൂടുതൽ ചെയ്താ എനിക്ക് മാത്രം മാസാവസാനം എന്തെങ്കിലും കൂടുതൽ ഇട്ടിടാ. അതില്ല. അപ്പൊ പറഞ്ഞ പണി ചെയ്യാം. അതാവണം പോലീസ്. അതാവണമടാ പോലീസ്. അതാണ്ടാ പോലീസ്.